ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു. അങ്ങനെ റിലാക്സ് ഇരിക്കുകയായിരിക്കും. നമ്മളൊരു കൃത്യമായൊരു കാര്യം ഒബ്സർവ് ചെയ്യേണ്ടത്, മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ പബ്ലിക് എക്സാമിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ചേഞ്ച് ആണ് ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത്. ഓരോ സബ്ജക്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിനും ചേഞ്ച് വന്നു, അല്ലെങ്കിൽ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നു എന്നല്ല, ചില ഏരിയയിലെങ്കിലും ചില ക്വസ്റ്റ്യൻസിലെങ്കിലും പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവാം. കാരണം നമുക്ക് 6 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടൻസി, കഴിഞ്ഞ +2 അക്കൗണ്ടൻസിക്കകത്ത് പുതിയതായിട്ട് വന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഏത് രീതിയിലാണ് അറ്റൻഡ് ചെയ്യുക. കാരണം +1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഇവിടെ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ണർ ഇൻ എ ഫേം ഗിവൺ ബിലോ കറക്റ്റ് if there is any mistake. നോർമലി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ചോദിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, അതിന്റെ തിയറി ഭാഗത്തു നിന്നും, 2 പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും. ഇവിടെ പ്രിപ്പയർ ചെയ്ത ഒരു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഐറ്റംസ് ഒക്കെ മാറി കിടക്കണം, അതൊന്ന് റീറൈറ്റ് ചെയ്യണം. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം ഇവിടെ നമുക്കറിയാം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഡെബിറ്റിലാണ് വരേണ്ടത്. കൂടാതെ നമുക്ക് സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റിലാണ് വരേണ്ടത്. ഈ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഈ എറർ ആണ് ഇവിടെ സംഭവിച്ചത്. അത് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ ആയിരുന്നു. ഇതുവരെ നമുക്ക് അങ്ങനെ റീറൈറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലായിരുന്നു. അത് മിക്കവാറും +1 വരാറ്. ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അക്കൗണ്ട് വരച്ചതിന് ശേഷം റീറൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു പുതിയ രീതിയാണ്. അപ്പം അക്കൗണ്ട്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വലിയ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണല്ലേ. സാധാരണ നമുക്കറിയാം, അഡ്മിഷൻ സമയത്തായാലും അല്ലെങ്കിൽ റിട്ടയർമെന്റ് സമയത്തായാലും ഒക്കെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് വർക്ക്ഔട്ട് ചെയ്യണം. ഈ ക്വസ്റ്റിന്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡുമുള്ള ബാലൻസ് ഷീറ്റ് തരുന്നു. റിസൾട്ട് ഓഫ് റീവാലുവേഷൻ അസറ്റ്സ് താഴെ റിസൾട്ട് തന്നിരിക്കുന്നു. അങ്ങനെ അഡ്മിഷൻ ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു. നമുക്കറിയാം, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ പല കുട്ടികൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പുതിയ അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റീവാല്യൂ ഓഫ് ഏതെങ്കിലും ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ചില ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുമ്പോൾ കുട്ടികൾ പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ സാറിന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് വരും എന്നല്ല, മാറ്റങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണണം. ഇവിടെ റീവാലുവേഷൻ കൊണ്ട് തന്നു. കൂടാതെ നമുക്കറിയാം, അഡ്മിഷൻ സമയത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ റീവാല്യൂ നമുക്ക് തരാൻ പോകുക, അല്ലെങ്കിൽ അതിന്റെ ചേഞ്ച് തരാൻ പോകുക. കൂടാതെ തന്നെ അതിന്റെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രോയിങ്സിന്റെ എമൗണ്ട് ആയിക്കോട്ടെ, റേഷ്യോസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നമുക്ക് അഡീഷണൽ തരാൻ പോകുന്നത്. ഇനി റീവാല്യൂ കുറിച്ചുള്ള മുഴുവൻ ഇൻഫോർമേഷനും അവരെ ഒഴിവാക്കിക്കൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് തന്നെ തന്നു. കൂടാതെ ക്യാപിറ്റൽ എമൗണ്ട് തന്നു. അതുപോലെ തന്നെ 20,000 ഷെയർ ഓഫ് ഗുഡ് വിൽ. പ്രിപ്പയർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പഴയ റേഷ്യോ തന്നെയാണ് എടുക്കുന്നത്. സാക്രിഫൈസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടി ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ആ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അക്യുമിലേറ്റഡ് ലോസും വന്നിട്ടില്ല. കൂടാതെ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിന്റെ റേഷ്യോയിൽ ഇവിടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പാർട്ണേഴ്സ് ക്യാപിറ്റലിന് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, നേരിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷേ പുതിയ ബാലൻസ് ഷീറ്റ് അല്ലെ, അഡ്മിഷൻ ശേഷമുള്ള ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. കാരണം ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ ഇവിടെ നോക്കണം അല്ലേ. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റേഴ്സ് കണ്ടിരിക്കുന്നത് 20,000 റുപ്പീസ് ആണ്. അതിന് ചേഞ്ച് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് 1,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറഞ്ഞു എന്നല്ലേ. ഇനി അതുപോലെ തന്നെ ബിൽസ് പേയബിൾ മാറ്റമുണ്ടോ നോക്കണം, മാറ്റമില്ല. ഇനി റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ക്യാഷിന്റെ ചേഞ്ചസ് നമുക്കറിയാം, ക്യാപിറ്റലും ഗുഡ് വില്ലും നമ്മൾ ആഡ് ചെയ്യണം. ഡെപ്റ്റേഴ്സിന് മാറ്റമുണ്ടോ, എങ്ങനെ അറിയാം, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഡെപ്റ്റേഴ്സ് എവിടെയെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, ഇല്ല. ഇനി സ്റ്റോക്ക് 28,000 ആണ്. പക്ഷേ സ്റ്റോക്കിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ചെക്ക് ചെയ്യുക, സ്റ്റോക്കിന് മാറ്റമില്ല. ഇനി മിഷനറി 26,000 പ്ലാന്റ് മിഷനറി ക്യാപിറ്റൽ. ഓക്കെ, ഇത് നമ്മൾ നേരെ നോക്കേണ്ടത് ഫർണിച്ചർ ആണ്. 58,000 ഫർണിച്ചറിന്റെ ചേഞ്ച് ഉണ്ട്. 3,000 റുപ്പീസ് കൂടിയിട്ടുണ്ട് ഫർണിച്ചർ. ഇനി അതുപോലെ തന്നെ പ്ലാന്റ് 60 കാണുന്നത്. പ്ലാന്റ് നമുക്കറിയാം ഇവിടെ 4,000 റുപ്പീസ് കൂടിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നു. അതുപോലെ മിഷനറി 2,000 റുപ്പീസ്. മിഷനറി 2,058 ആണ്. മിഷനറി 2,000 റുപ്പീസ് വ്യത്യാസം വരുന്നു. അപ്പൊ ഇത്തരം ചേഞ്ചസ് നോക്കിയിട്ട് വേണം പുതിയ ബാലൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പം മാറി വരുന്ന പാറ്റേൺ മോഡൽ എക്സാമിനേഷന്റെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അനലൈസ് ചെയ്യണം. സോ അഡ്മിഷൻ ഇനി നമുക്ക് വരാവുന്ന പബ്ലിക് എക്സാം ആണ്. നല്ല ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. പബ്ലിക് എക്സാം നമുക്ക് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാം.